വിക്കി ചേട്ടാ, നിങ്ങൾക്ക് പറയാനുള്ളത് നിങ്ങൾ പറഞ്ഞില്ലേ? ഇനി എന്താ ചേട്ടന് പറയാനുള്ളതെന്നും കൂടി കേക്ക്. നിങ്ങളുടെ പ്രസന്റേഷൻ മോശമാണെന്ന് കരുതി എന്തായാലും ചേട്ടൻ വരാതിരിക്കില്ലല്ലോ. പിന്നെന്താ പറയാഞ്ഞേ? നിങ്ങൾ വന്നിട്ടുണ്ടായിരുന്നെങ്കിൽ ഞാൻ എത്ര കോൺഫിഡന്റ് ആയിട്ടായിരിക്കും പ്രസന്റേഷൻ കൊടുക്കാന്നറിയോ? എന്റെ അവസ്ഥ അങ്ങനെ ആയിരുന്നു വിക്കി. പിന്നെ നീ വിളിച്ച കാര്യമൊന്നും ആരതി എന്നോട് പറഞ്ഞില്ല. ബ്രേക്ക്ഫാസ്റ്റിന്റെ സമയത്ത് എന്തൊക്കെയാ സംഭവിച്ചെന്നറിയോ? കാലത്ത് എനിക്ക് ആദ്യമേ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോണ്ടി വന്നു. ആ ഒരു ടെൻഷനില് ഇവിടുത്തെ പ്രസന്റേഷന്റെ കാര്യവും ഞാൻ മറന്നുപോയി. അവളെ തിരിച്ചു കൊണ്ടുവരുമ്പോഴാണ് ഞാൻ ഓർത്തത്. അതുകൊണ്ടാണ് ഞാൻ വേഗം വന്നേ. ചേച്ചിക്ക് എന്ത് പറ്റി? വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ? നത്തിങ് ടു വറി. ചേട്ടാ, ഇപ്പോഴെങ്കിലും മനസ്സിലായില്ലേ എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചെന്ന്? എന്തൊക്കെയായാലും ചേട്ടൻ ഒരിക്കലും നിങ്ങളെ ഡിസപ്പോയിന്റ് ചെയ്യാൻ സാധ്യതയില്ല. ചേട്ടൻ നിങ്ങൾ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. ദേഷ്യം വന്നാൽ ചിലപ്പോ എന്തെങ്കിലും പറയും. അത് നിങ്ങളുടെ നല്ലതിന് വേണ്ടിയാണെന്ന് വിചാരിക്കുമ്പോ നിങ്ങൾ നിങ്ങളുടെ ചേട്ടനെ ഒരിക്കലും ഡിസപ്പോയിന്റ് ചെയ്യാൻ ഒരു സാധ്യതയില്ല. ഇപ്പൊ രണ്ടുപേരും ഷെയ്ക്ക് ഹാൻഡ് കൊടുത്തിട്ട് ഒന്ന് ചിരിച്ചേ. ചേട്ടാ, ഒന്ന് ചിരിക്ക്. ഇനി എന്താ, നന്നായിട്ടൊന്ന് ചിരിച്ചേ. അയ്യോ മതി മതി ചേട്ടാ, മതി മതി. അമൂല്യ, നീ ഏത് വീട്ടിലേക്ക് മരുമകളായിട്ട് പോവോ ആ വീട്ടുകാർ പുണ്യം ചെയ്തവരാ. നീ ആളുകളെ എത്ര നന്നായിട്ട് മനസ്സിലാക്കുന്നേ. വിക്കിയെ നീ എത്ര നന്നായിട്ട് ഉപദേശിച്ചത്. റിലേഷൻഷിപ്പിൽ വരുന്ന അഭിപ്രായ വ്യത്യാസങ്ങളെ എത്ര നന്നായി ഡീൽ ചെയ്യുന്നത്. എനിക്ക് ആശ്ചര്യമായി. എന്നെ കൊണ്ടുപോലും ഇങ്ങനൊന്നും പറ്റില്ല. യു ആർ വെരി സ്മാർട്ട് അമൂല്യ. ബോസ് വിളിച്ചായിരുന്നോ? ബോസ്, നിങ്ങളോട് ചോദിച്ച എന്നെ വിളിച്ചായിരുന്നോന്ന്. പുറത്തു പോണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? ഞാൻ അതിനുവേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു. ശരി, എന്നാ പോവല്ലേ? ബോസ്, പുറത്ത് നല്ല മഴ വരുന്നുണ്ട്. നമ്മൾ കുറച്ചു നേരം വെയിറ്റ് ചെയ്യുന്നതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു. ആണല്ലേ? ശരി, ഓക്കെ. ഓക്കെ ബോസ്. അമൂല്യ, പറ ബോസ്. സ്റ്റാഫ് എല്ലാവരും വീട്ടിലേക്ക് പോയോ? പോയല്ലോ. ഓക്കെ. വിക്കിയും സിദ്ധാർത്ഥും മീറ്റിംഗിന് പോയിട്ടുണ്ടായിരുന്നു. അവരിനി അവിടുന്ന് വീട്ടിലേക്ക് പോയായിരിക്കും അല്ലേ? അതെ ബോസ്, അവരും പോയി കാണും.
ആ സുമേഷ് ഇത് നേരത്തെ പോയിന്നാ തോന്നുന്നേ. ഫോൺ വിളിച്ചിട്ട് സ്വിച്ച് ഓഫ് ആണ്. ഞാനും എവിടെയും കണ്ടില്ല ബോസ്. സുമേഷൻ ചിലപ്പോ പോയി കാണും. അങ്ങനെയാണെങ്കിൽ നീ പുറത്തിരിക്കണ്ടല്ലോ. അവിടെ ഇരിക്കുന്നതിൽ നല്ലത് ഇവിടെ ഇരിക്കുന്നതല്ലേ. അവിടെ ഒറ്റയ്ക്ക് ബോറടിക്കില്ല. धीम तक तोम तक धीम तक तोम धीम तक तोम तक तो അയ്യോ, ബാങ്കുകാരെ വിളിച്ചപ്പോ അവര് കാർഡ് ബ്ലോക്ക് ആണെന്നാണല്ലോ പറഞ്ഞത്. ഇനി 24 മണിക്കൂർ നേരം വർക്കാവില്ലെന്ന്. ഇനി എന്ത് ചെയ്യും എന്റെ ദൈവമേ? ഇന്നായിരിക്കും എന്റെ അവസാന ദിവസം. കാർഡ് ബ്ലോക്ക് ആയെന്ന് ബോസ് അറിഞ്ഞാ ടെൻഷൻ ഒന്നും ഉണ്ടാവില്ല. പക്ഷേ ആദ്യം മേഡത്തിന് ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റിയില്ലെന്ന് അറിഞ്ഞാ പണി പാളും. ഇനി ഞാൻ എന്ത് ചെയ്യും? സുമേഷ് നോക്കി നടക്കാൻ അറിഞ്ഞൂടെ? എന്തിനാ ഇത്രയും ടെൻഷനിൽ നടക്കുന്നേ? എനിക്ക് ടെൻഷൻ ഉണ്ടെന്ന് ഇവർക്ക് മനസ്സിലായെങ്കിൽ പിന്നെ ഉറപ്പായിട്ടും ബോസിന് മനസ്സിലാകും. ഞാൻ ഇവിടുന്ന് എസ്കേപ്പ് ആവുന്നതാ നല്ലത്. ഞാൻ ബാച്ചിലർ അല്ലേ, നന്നായിട്ട് ഭക്ഷണം ഉണ്ടാക്കാൻ അറിയില്ല. പാനിപ്പൂരി രഞ്ജിത്ത് എന്തോ ഉണ്ടാക്കി തന്നപ്പോ ഞാൻ വാരി വലിച്ച് അത് കഴിച്ചു തീർത്തു. എനിക്ക് പറ്റുന്നില്ല മേഡം. ഈ വേദാന്ത് എന്തിനാ ഇങ്ങനെ ബുദ്ധിയില്ലാത്ത ആൾക്കാരെ ജോലിക്കെടുക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല. അയ്യോ, വയറുവേദന മേഡം, എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ലീവ് എടുക്കാന്ന് വിചാരിച്ച ബോസിനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല. എന്താ ചെയ്യേണ്ടതെന്ന് മനസ്സിലാവുന്നില്ല. ഇവിടെ ഇപ്പൊ ഞാനാ HR ഹെഡ്. അത് മാത്രല്ല, ഇനി കുറച്ചുകൂടി കഴിഞ്ഞാൽ ഞാനാ വേദാന്തിന്റെ ഭാര്യയാവാൻ പോകുന്നേ. അതുകൊണ്ട് നിങ്ങൾക്ക് എന്നോട് ലീവ് ചോദിക്കാം. നിങ്ങൾ പോയിക്കോളൂ, ഞാൻ പറഞ്ഞോളാം. നിങ്ങൾ വേദാന്ത് സാറിനെ കല്യാണം കഴിക്കാൻ പോകുന്നോ? ഇതിനേക്കാളും വലിയ കോമഡി സ്വപ്നങ്ങളീ മാത്രം. സുമേഷ്, ബോസ് വിളിക്കുന്നുണ്ട്. അല്ല അല്ല, ഇത് സാക്ഷാൽ യമധർമ്മൻ തന്നെയാ വിളിക്കുന്നേ. എസ്കേ ഇവളെന്തിനാ ഇപ്പൊ വിളിക്കുന്നത്? വെറുതെ ടെൻഷൻ അടുപ്പിക്കാൻ. പറയൂ സാഹിത്യ. ആന്റി, ഇന്ന് ഓഫീസിൽ എന്താ ഉണ്ടായെന്ന് അറിയോ? എന്തു പറ്റി? നീ അവിടെ ഓഫീസിലാ ഉള്ളതെന്നുള്ള കാര്യം മറക്കരുത്. എന്നെ കൊണ്ട് ഇതെല്ലാം കണ്ടിട്ട് വെറുതെ ഇരിക്കാൻ വയ്യ ആന്റി. ശരി, നീ കാര്യം എന്താന്ന് പറ. വേദാന്തവും അമൂല്യം ചേർന്ന് പിന്നെയും പുറത്തു പോകാനായിട്ട് പ്ലാൻ ഇടുവാ ആന്റി. അവളും അതേ ഓഫീസിൽ തന്നെ ജോലി ചെയ്യുന്നത്. എന്തെങ്കിലും ആവശ്യം കാണും. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എന്ന് വിചാരിക്കണ്ട. പ്രൊഫഷണൽ എന്താ പേഴ്സണൽ എന്താന്നൊക്കെ എനിക്ക് നന്നായി മനസ്സിലാവും. ഉറപ്പായിട്ടും അവര് ജോലിക്കാര്യത്തിനല്ല പോകുന്നതെന്ന് എനിക്കറിയാം. വാട്ട്? ഇന്നലെ പോലും ഞാൻ അവനോട് ഈ കാര്യത്തെക്കുറിച്ച് സംസാരിച്ചതാണല്ലോ. എന്റെ ജീവിതം മുഴുവൻ ഇപ്പൊ ട്വിസ്റ്റ് നിറഞ്ഞൊരു സിനിമ പോലെ പോയിക്കൊണ്ടിരിക്കുന്നെ. സീരിയലില് വില്ലന്മാർക്കെങ്കിലും കുറച്ച് വിലയുണ്ടാവും. പക്ഷേ ഈ സിനിമയില് ഞാൻ ഹീറോയിനായിട്ട് പോലും എനിക്കൊരു വിലയില്ല. നിങ്ങളുടെ മകൻ ഒരു സൈഡ് ആക്ട്രസിന്റെ കൂടെയാ സമയം മുഴുവൻ ചെലവഴിക്കുന്നത്. ഡോണ്ട് വറി സാഹിത്യ, ഇതിനൊക്കെ ശാശ്വതമായൊരു പരിഹാരം ഞാൻ കണ്ടെത്തിയിരിക്കും. ഇത് നിങ്ങൾ എത്ര ദിവസം കൊണ്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്ന് വല്ല ചിന്തയുണ്ടോ? വാട്ട് യു മീൻ? നിങ്ങളിപ്പോ എന്ത് ഡയലോഗാ പറയാൻ പോകുന്നതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം ആന്റി. അങ്ങനെ ചെയ്യാം ഇങ്ങനെ ചെയ്യാം എന്നൊക്കെ വാതോരാതെ നിങ്ങൾ പറയും. പക്ഷെ അതൊന്നും നിങ്ങൾ ചെയ്യാൻ പോകുന്നില്ല. അഥവാ നിങ്ങൾ എന്തേലും ചെയ്താലും അവര് നിങ്ങളെക്കാൾ ഒരു പടി മുന്നിൽ വന്ന് ഒരു കൗണ്ടർ റെഡിയാക്കിയിട്ടുണ്ടാവും. സാഹിത്യ, ചുമ്മാതിരിക്കാൻ ആന്റി. നിങ്ങൾക്ക് എന്താ ചെയ്യാനുള്ളതെങ്കിൽ ചെയ്യും. നിങ്ങൾക്കിതിലൊന്നും ചെയ്യാനില്ലെങ്കിൽ ഞാൻ തന്നെ എന്തെങ്കിലും ചെയ്യും. ഞാൻ ആരാണ്, എന്നെ കൊണ്ട് എന്താ ചെയ്യാൻ പറ്റുകയെന്ന് പ്രൂവ് ചെയ്ത് കാണിക്കും ഞാൻ. എനിക്കിതെല്ലാം കണ്ട് കണ്ട് വെറുപ്പായി തുടങ്ങി. നോൺസെൻസ്. ഇന്നലെ നട്ട മരമൊക്കെ വളർന്ന് പന്തലിച്ച്
എന്റെ മുകളിലേക്ക് ചായാൻ തുടങ്ങിയിരിക്കുക. ബോസ്, ഇത്രയും നേരം നന്നായിട്ടാണല്ലോ ഇരുന്നത്. സഡൻ ആയിട്ട് ഇത് എന്ത് പറ്റി? അറിയോ? ഓക്കെ? ഐ ആം ഫൈൻ, നോ പ്രോബ്ലം. അത് ശരി, പുറത്തേക്ക് പോകണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? നമ്മളിനിയിപ്പോ എങ്ങോട്ടാ പോകുന്നേ? അത് നിങ്ങൾ ചോദിച്ചില്ലല്ലോ. ഏട്ടത്തി, ദയവ് ചെയ്ത് എന്നോട് ക്ഷമിക്ക്. ഐ എം സോറി. ഒരുപാട് വേദന എടുക്കുന്നുണ്ടോ? അതിന് നീ എന്തിനാ ഇങ്ങനെ വിഷമിക്കുന്ന ആരതി? നീ വേണമെന്ന് വെച്ചിട്ടൊന്നല്ലല്ലോ ചെയ്ത്. അതിന് മാത്രം എനിക്കൊന്നും ആയിട്ടുമില്ല. അതങ്ങനെയല്ല ഏട്ടത്തിയമ്മേ. അതങ്ങനെയല്ല, ഇങ്ങനെയല്ല. നീയും വിക്കി ചേട്ടനും അമ്മയും സിദ്ധാർത്ഥും എല്ലാവരും കൂടി ഇത്രയും ചെറിയ കാര്യം വലുതാക്കി കാണിച്ചത്. ഇനിയെങ്കിലും ഈ കാര്യം നീ ഒന്ന് വിട്. ഏട്ടത്തി ഇപ്പൊ പ്രഗ്നന്റ് അല്ലേ? എല്ലാവരും ചേർന്ന് എത്ര നന്നായിട്ട് കെയർ ചെയ്യുന്നേ. എന്നിട്ട് ഞാൻ കെയർലെസ് ആയിട്ട് ബിഹേവ് ചെയ്തല്ലോ എന്ന് ഓർക്കുമ്പോ എനിക്ക് വല്ലാത്ത വിഷമം തോന്നുന്നു ഏട്ടത്തി. പ്രഗ്നന്റ് ആണ്, കെയർ ചെയ്യണം എന്ന കാര്യമൊക്കെ സത്യം തന്നെയാ. പക്ഷെ നിങ്ങൾ എല്ലാവരും കൂടി എന്നെ ഇത്ര കെയർ ചെയ്യേണ്ടതിന്റെ ആവശ്യം എന്താന്ന് എനിക്കിപ്പോ മനസ്സിലാവാത്തെ. ഇങ്ങനത്തെ കാര്യമൊക്കെ ആരെങ്കിലും വേണമെന്ന് വെച്ച് ചെയ്യോ? എനിക്ക് നിന്റെ അടുത്ത് ഒട്ടും തന്നെ ദേഷ്യമില്ലായിരുതേ. സത്യമായിട്ട് ഞാൻ വേണമെന്ന് വെച്ച് ചെയ്തതല്ല ഏട്ടത്തി. എന്നാൽ ഇങ്ങനെ നടന്നത് എന്റെ അശ്രദ്ധ കാരണമാണല്ലോ. ചേച്ചിയുടെ കാര്യത്തിൽ ഞാൻ കുറച്ചുകൂടി ശ്രദ്ധിക്കണമായിരുന്നു എന്ന് എനിക്കിപ്പോ മനസ്സിലായി. എന്തിനാണ് അരുതി വെറുതെ ഇങ്ങനെ വീണ്ടും വിഷമിക്കുന്നേ? നടന്ന കാര്യം നിന്റെ കൈയോണ്ടോ എന്റെ കൈയോണ്ടോ അറിഞ്ഞോണ്ട് നടന്ന കാര്യങ്ങളൊന്നും അല്ലല്ലോ. അങ്ങനെയല്ലല്ലോ. അപ്പൊ പിന്നെ അതങ്ങ് വിട്ടേക്ക്. ഞാൻ തെറ്റായിട്ടൊന്നും വിചാരിച്ചിട്ടുമില്ല, എനിക്കൊന്നും ആയിട്ടുമില്ല. ഇപ്പൊ ഓക്കെ ആയോ? ഏട്ടത്തി, അത് വേറൊന്നും പറയണ്ട. ഓക്കെ ആന്ന് പറ. പറയാൻ പറഞ്ഞ പറയണം, അത്ര തന്നെ. ഞാനല്ലേ നിന്നോട് പറയുന്നേ. ഞാനിപ്പോ ഓക്കെ ഏട്ടത്തി. എന്തൊക്കെ ചെയ്തിട്ടും ഇന്ന് രാവിലെ ഓഫീസിൽ നടന്ന പ്രസന്റേഷന്റെ പ്രശ്നം മനസ്സിൽ നിന്ന് പോകുന്നില്ലല്ലോ. അങ്ങോട്ട് നോക്ക്, നിന്റെ രാജകുമാരൻ വന്നു. ആദ്യ, ഇപ്പൊ എങ്ങനെയുണ്ട്? എല്ലാം ഓക്കെ അല്ലേ? എനിക്കൊന്നും ആയിട്ടില്ലടാ.
എല്ലാരും ചേർന്ന് വെറുതെ ഒരു സീൻ ക്രിയേറ്റ് ചെയ്തതാ. ഐ ആം പെർഫെക്റ്റ്ലി ഓൾ റൈറ്റ്. ഞാനിപ്പോ കോഫി എടുത്തോണ്ട് വരാം. എനിക്കിപ്പോ കോഫിയൊന്നും വേണ്ട, എന്നൊന്ന് വെറുതെ വിട്ടാൽ മതി. വിട്ടിക്കരുതേ, സ്ട്രെസ് ആയിട്ടാ വന്നേക്കുന്നാന്ന് തോന്നുന്നു. എന്തു പറ്റി അമൂല്യ? തണുക്കുന്നുണ്ടോ? കോഫി ഓർഡർ ചെയ്യട്ടെ? ഓർഡറൊക്കെ ചെയ്യാം, പക്ഷെ കോഫി വരില്ല എന്ന് മാത്രം. വരില്ലെന്നോ? എന്താ വരാത്തെ? എന്താണെന്ന് ചോദിച്ചാ ഓഫീസിൽ വേറെ ആരുമില്ല, അവരൊക്കെ എപ്പോഴേ പോയി കാണും. നമുക്ക് ഇറങ്ങാം, വാ. നമ്മളിനി എങ്ങനെ പോവാനാ? പുറത്ത് നല്ല മഴയല്ലേ, പോരാത്തിന് ട്രാഫിക് ജാമും ഉണ്ടാവും. ഈ സമയത്ത് കാർ എടുത്ത് എങ്ങനെ ഇറങ്ങാനാ? ആ, അതും സത്യം തന്നെയാ. അതൊക്കെ ശരി, നമ്മൾ എങ്ങോട്ടായി പോകുന്നേ? അത് അച്ഛനൊരു സൂട്ട് വാങ്ങണം എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞില്ലായിരുന്നു. അതിന് നിങ്ങളുടെ ഒരു ഹെൽപ്പ് വേണമായിരുന്നു. അതുകൊണ്ടാ നിങ്ങളോട് വരാമോന്ന് ഞാൻ ചോദിച്ചേ. ഓ, അതിനാണോ? ദാറ്റ്സ് ഓക്കെ. അതിന്റെ കൂടെ നിങ്ങൾക്കൊരു ടൈ കൂടെ വാങ്ങണം വേദാന്ത്. ആ കാര്യം നേരത്തെ പറഞ്ഞ നിങ്ങൾ അതിന് സമ്മതിക്കില്ലെന്ന് എനിക്കറിയാം. ആദ്യ, ഇപ്പൊ നിന്റെ കൈക്ക് വയ്യാതിരിക്കല്ലേ? ഈ സമയത്ത് ഈ ജോലിയൊക്കെ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? അമ്മ വീട്ടിൽ ഒരു ജോലിയും ചെയ്യാൻ സമ്മതിക്കില്ല. വിക്കി ചേട്ടന്റെ കല്യാണം കഴിഞ്ഞതിന് ശേഷം ഞാൻ തന്നെ നിന്നെ വന്ന് ഓഫീസിൽ സഹായിക്കണമെന്ന് കരുതിയതാ. ഇപ്പോഴാണെങ്കിൽ പിന്നെ അതൊന്നും നടക്കില്ല. ഞാൻ എന്തിനാ അതിനൊക്കെ സമ്മതിക്കുന്നേ? നീ ഒരു കാര്യം ചെയ്യണ്ട, സുഖമായിട്ട് ഇവിടെ വെറുതെ ഇരുന്നാ മാത്രം മതി. ഒന്ന് ചുമ്മാതിരിക്കും സിദ്ധാർത്ഥ്. ഒന്നും ചെയ്യണ്ടെന്ന് പറഞ്ഞ ബോറടിക്കില്ലേ? 3 നേരം കുടിച്ചിട്ടും കഴിച്ചിട്ടും ചുമ്മാ ഇരിക്കാൻ പറ്റുമോ? നോക്കാദ്യ, നമ്മുടെ കുട്ടി ജനിക്കുന്നത് വരെ നീ ഒരു കാര്യം ചെയ്യേണ്ട ആവശ്യമില്ല. നിന്റെ ചിന്തയും സ്വപ്നവും എല്ലാം നമ്മുടെ കൊച്ചിനെ പറ്റി മാത്രം മതി. ഈ ഒരു കാര്യം പറഞ്ഞ എല്ലാവരും എന്റെ വായ അടപ്പിക്കുന്നെ. അല്ല, ഓഫീസിൽ എന്താ നടക്കുന്നത്? ശാരിക അവിടെ ഇല്ലല്ലോ. സാഹിത്യത്തേലും പറയുന്നുണ്ടോ? അത് വെറുതെ ഇരിപ്പാണോ? എന്തായാലും സാഹിത്യം ഞാൻ അധികം കാണാറില്ല. ആരും നിന്റെ ചേട്ടന്റെ കല്യാണത്തെ പറ്റി സംസാരിക്കാറുമില്ല. മിണ്ടാതിരിക്കും, ഒരെണ്ണം തന്നാലുണ്ടല്ലോ. ചുമ്മാ ദേഷ്യപ്പെട്ടിട്ട് കാര്യമില്ല, ഞാൻ സത്യമല്ല പറഞ്ഞത്. എനിക്കും അമ്മുവും വേദാന്തും തമ്മിൽ ചേരണമെന്ന് തന്നെയാ ഇഷ്ടം. പക്ഷെ നമ്മളെന്ത് ചെയ്യാനാ? അവരെ കൊണ്ട് അതൊന്നും നടക്കുന്ന ലക്ഷണമേ ഞാൻ കാണുന്നില്ല. നിങ്ങൾക്ക് ഇപ്പോഴും എന്റെ ചേട്ടനെ പറ്റി അറിയില്ല. ഇനി ചേട്ടനെ പറ്റി എന്തറിയാനാ? നമ്മുടെ കല്യാണത്തിന് ശേഷം നിന്നേക്കാൾ കൂടുതൽ നിന്റെ ചേട്ടനെ ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങേരെ കൊണ്ട് ഇതൊന്നും പറ്റില്ല. കണ്ട മാത്രം പോരാ, അവനെ പറ്റി അറിയാനും ശ്രമിക്കണം. ചേട്ടൻ പണ്ടേ പെൺകുട്ടികളുടെ കാര്യത്തിൽ വളരെ സ്ലോവാ. ആദ്യം അമ്മുവിനെ ശത്രുവാണെന്നാ പറഞ്ഞേ, പിന്നെ അത് ഫ്രണ്ടായി. ഇപ്പോഴൊക്കെ എന്റെ ബെസ്റ്റ് ഫ്രണ്ടാണെന്നും പറഞ്ഞാ നടക്കുന്നേ. കഴിഞ്ഞ ദിവസം ഭാര്യയും ഭർത്താവുമായിട്ട് അഭിനയിക്കാൻ സമ്മതിച്ചു. ഇത്രയും പോരെ? അതെന്തെങ്കിലും ആവട്ടെ, പക്ഷെ നടക്കേണ്ടത് വേറെന്തോ ആണെന്ന് തോന്നുന്നു. ഇത്രയും നടന്നതിന് ശേഷം അതും നടക്കും സിദ്ധാർത്ഥ്. ആ കോൺഫിഡൻസ് എനിക്കുണ്ട്. പക്ഷെ എനിക്കില്ല. നിന്റെ ചേട്ടൻ ഈ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി വരുമ്പോഴേക്കും മൂക്കിൽ പല്ലും വന്ന് കിളവനാവും. അതിനു മുമ്പ് നീ ഈ കല്യാണം എങ്ങനെയെങ്കിലും നടത്തിക്കോ.